ഹലോ ഹായ് ഏവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നൊരു വെറൈറ്റി പഴംപൊരിയാണ്. ഇന്ന് തമിഴ്നാടുകാർക്കുള്ള ഒരു വെറൈറ്റി പഴംപൊരിയാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് നല്ല പഴുത്ത ബനാന നമുക്ക് വേണം. ഇനി നമുക്ക് ആവശ്യത്തിന് മൈദപ്പൊടി എടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് പഞ്ചസാര വേണം. അത് കഴിഞ്ഞ് നമുക്ക് ഏലക്ക വേണം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ഏലക്കയും ഒരു കോഴിമുട്ടയും പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. കോഴിമുട്ട ചേർത്തതിന് ശേഷം നമുക്കതിലേക്ക് 2 സ്പൂൺ കടലമാവും കൂടി ചേർക്കണം. 2 സ്പൂൺ കടലമാവും ആവശ്യത്തിന് ഉപ്പും ഒരല്പം സോഡാപ്പൊടിയും നമുക്കിത് മിക്സ് ചെയ്യാനുള്ള ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ സമയം വെള്ളം ഒരുപാട് കൂടി പോകരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് ഒരു ഇരുമ്പിച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഫ്രൈ ചെയ്യാനുള്ള പഴം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം എടുത്ത് നമ്മൾ തയ്യാറാക്കിയ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ അല്പം കട്ടി കൂടിപ്പോയാൽ അല്പം കൂടി വെള്ളം ചേർത്തൊന്ന് ചെറുതായിട്ടൊന്ന് ലൂസാക്കാവുന്നതാണ്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ബാറ്ററിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ എള്ളും, ഞാനിവിടെ കറുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത്, 1 സ്പൂൺ ജീരകവും, നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ ആ ജീരകം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന പഴം ഉണ്ടല്ലോ അത് ഓരോന്നായി ഈ മാവിലേക്ക് മുക്കി എണ്ണയിലോട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. വീഡിയോ കാണുന്ന രീതിയിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഴങ്ങൾ ഓരോന്നായി മാവിൽ മുക്കി എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതേ രൂപത്തിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ ഫീഡ്ബാക്കൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.